ഹായ്, എല്ലാവർക്കും ഹാപ്പി സൺഡേ. നമുക്ക് എല്ലാ ദിവസവും ഹാപ്പി മൺഡേയും ഹാപ്പി ട്യൂസ്ഡേയും എല്ലാ ദിവസവും ഹാപ്പി ആയിരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. നമ്മൾ കാത്തിരുന്ന സ്പെഷ്യൽ എപ്പിസോഡിന്റെ ദിവസമാണ് ഇന്ന്. മതത്തിന്റെ പേരിൽ, ജാതിയുടെ പേരിൽ, വർഗത്തിന്റെ പേരിൽ, മതത്തിന്റെ പേരിൽ, വർണ്ണത്തിന്റെ പേരിൽ, സംഘടനയുടെ പേരിലൊക്കെ മനുഷ്യൻ പരസ്പരം വെട്ടുകയും കുത്തുകയും രക്തം ചിന്തുകയും വർഗവിരോധം കൊണ്ടു നടക്കുകയും അപരനെ ഇല്ലായ്മ ചെയ്യാൻ എന്തൊക്കെ തരത്തിൽ തന്ത്രങ്ങൾ ആവിഷ്കരിക്കണം എന്ന് തലച്ചോറ് പുകഞ്ഞാലോചിക്കുകയും ചെയ്യുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ന് നാം ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഈ സമൂഹത്തിൽ, ഈ കാലഘട്ടത്തിൽ, ഈ അന്തരീക്ഷത്തിൽ ഒരിക്കലും ഒരു സ്ഥലത്തും മതത്തിന്റെ ആവശ്യമില്ല പൊതുജീവിതത്തിന് എന്നാണ് നാം മനസ്സിലാക്കിയത്. ഇപ്പോൾ പള്ളികൾ, അമ്പലങ്ങൾ, ചർച്ചുകൾ, അങ്ങനെ വ്യത്യസ്തമായ ദേവാലയങ്ങൾ, ഒരുപാട് മനുഷ്യ ദൈവങ്ങൾ, അത്ഭുത സിദ്ധികൾ കാണിക്കുന്നവർ, സിദ്ധന്മാർ, ഗണിച്ച് കാര്യങ്ങൾ പറയുന്നവർ, അങ്ങനെ ഒരുപാട് ആൾക്കാരെ കാണാൻ സാധിക്കാത്ത നഗ്നനേത്രങ്ങൾക്ക് അദൃശ്യമായിരിക്കുന്ന ഒരു വൈറസ് കീഴടക്കിയിരിക്കുന്നു അവരെയൊക്കെ. അതുപോലെ ഈ ലോകം മുഴുവനും അഖിലാണ്ട മണ്ഡലവും അണിയിച്ചൊരുക്കി അതിനെ നിയന്ത്രിച്ച് സംവിധാനിച്ച് മുന്നോട്ട് കൊണ്ടുപോകുന്ന എല്ലാ ഈശ്വരന്മാരും കൊറോണ എന്ന വൈറസിനെ ഭയന്ന് എവിടെയോ പോയി ഒളിച്ചിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് നാം ഇന്നുള്ളത്. ഈ ദേവാലയങ്ങളൊന്ന് തുറന്ന് നമ്മുടെ മാനസിക വ്യഥകൾ, നമ്മുടെ വിഷമങ്ങൾ, നമ്മുടെ വേദനകൾ, നമ്മുടെ പ്രയാസങ്ങൾ, നമ്മുടെ പ്രശ്നങ്ങൾ, പരിഹാരങ്ങൾ, ഇതൊക്കെ ഒന്ന് ഈശ്വരനോട് പറയാൻ, ഒന്ന് ദൈവത്തോട് പറയാൻ, ഒന്ന് കർത്താവിനോട് പറയാൻ, ഒന്ന് പടച്ചവനോട് പറയാൻ വേണ്ടി പള്ളികൾ തുറന്ന് കിട്ടാൻ നമ്മൾ നിരീശ്വരവാദികൾ ഉണ്ടാക്കിയ ഭരണഘടനാപരമായ നിയമങ്ങൾ അനുശാസിക്കുന്ന അത്തരം സംവിധാനങ്ങളെ, ഭരണകർത്താക്കളെ, പോലീസ് സ്റ്റേഷനെ, കോടതിയെ ഒക്കെ ആശ്രയിക്കേണ്ടി വരുന്ന ഒരു സാഹചര്യത്തിലാണ് നാം ഇന്നുള്ളത്. അപ്പോൾ ഇന്ന് മതം വിട്ടവരിൽ നമ്മളോടൊപ്പമുള്ളത് ഒരു വിശിഷ്ട വ്യക്തിയാണ് സിദ്ദീഖ് തൊടുപുഴ. സിദ്ദീഖിനെ ആദ്യമായി ഞാൻ പരിചയപ്പെടുന്നത് കേരള ലിറ്ററേച്ചർ ഫെസ്റ്റിനാണ്. കോഴിക്കോട് ബീച്ചിൽ വെച്ച് നടന്ന വളരെ വിപ്ലവാത്മകമായ ഒരു മാറ്റത്തിന് നാന്ദിയായ കേരള ലിറ്ററേച്ചർ ഫെസ്റ്റിൽ വെച്ചിട്ടാണ് സിദ്ദീഖിനെ ഞാൻ ആദ്യമായി കാണുന്നത്. മതം വിട്ടവർ, അപ്പോൾ മതം വിട്ട പല ആൾക്കാരും ഈ പാനൽ ലിസ്റ്റിൽ നേരത്തെ തന്നെ ഉണ്ടായിരുന്നു. അവരിൽ പലരും പല സാഹചര്യങ്ങളാലും ഇടയ്ക്ക് വെച്ചിട്ട് വഴിമാറിപ്പോയി. അപ്പോഴും നമ്മുടെ PT സിദ്ദീഖ് എന്ന് പറയുന്ന പച്ചക്കുതിരയിലൊക്കെ ഉള്ള ആളാണ്. ഇപ്പോഴും സജീവ എഴുത്തുകാരനാണ്. എൻ്റെ ലേഖനങ്ങളൊക്കെ ഒരിക്കൽ പച്ചക്കുതിരയിൽ എൻ്റെ മുഖചിത്രത്തോടു കൂടി തന്നെ കൊടുത്തിരുന്നതും എന്നെ ഇന്റർവ്യൂ ചെയ്തതും ഒക്കെ PT സിദ്ദീഖാണ്. സിദ്ദീഖിന് നന്ദി അറിയിക്കുന്നു ഈ സാഹചര്യത്തിൽ. അപ്പോൾ സിദ്ദീഖ് എന്നോട് പറഞ്ഞു വിളിച്ചിട്ട്, ടീച്ചറെ, ആരൊക്കെ തന്നെ ഈ പാനൽ ഡിസ്കഷനിൽ നിന്ന് മാറിയാലും ഞാനുണ്ടാകും. അപ്പോൾ ഞാൻ പറഞ്ഞു, സിദ്ദീഖ് അവിടെ ഉണ്ടല്ലോ, സിദ്ദീഖ് വിഷമിക്കണ്ട, ഞാനും ഉണ്ടാകും. നമ്മൾ രണ്ടുപേരും ഒറ്റയ്ക്കാണെങ്കിലും ഈ പാനൽ ഡിസ്കഷൻ നമ്മൾ വളരെ സജീവമായി മുമ്പോട്ട് കൊണ്ടുപോകും എന്ന് പറഞ്ഞു. അപ്പോൾ മുമ്പുണ്ടായിരുന്ന 2, 3, 4 ആൾക്കാർ പാനൽ ഡിസ്കഷൻ ഈ കേരള ലിറ്ററേച്ചർ ഫെസ്റ്റ് തുടങ്ങുന്നതിന് തൊട്ട് മുമ്പായിട്ട് തന്നെ പിന്മാറി. അതിൻ്റെ കാരണം എന്തു തന്നെ ആയാലും ശരി, നമ്മൾ നമ്മളുടെ ആദർശം പറയാൻ കിട്ടുന്ന ഏതു വേദികളിലും ആ ആശയം ഉറക്കെ പറയുക തന്നെ ചെയ്യും. അത്തരം ശബ്ദങ്ങൾ ഉയർന്നു വരണം, അത്തരം ശബ്ദങ്ങൾ ഒറ്റപ്പെട്ടു പോകരുത്. അതിന് സമാനമായി ധാരാളം ശബ്ദങ്ങൾ ഉണ്ടാകണം എന്നാഗ്രഹിക്കുന്നവരാണല്ലോ നാം ഓരോരുത്തരും. അങ്ങനെ സിദ്ദീഖും ഉണ്ടായിരുന്നു ഞങ്ങളുടെ കൂടെ ഒരു ഡിസ്കഷന്. അപ്പം ഞാൻ, സിദ്ദീഖ്, വേറൊരു പെൺകുട്ടി ഉണ്ടായിരുന്നു ക്രിസ്ത്യൻ മതത്തിൽ നിന്ന് വിട്ടുവന്ന. അങ്ങനെ പിന്നെ ഇസ്ലാം മതത്തിൽപ്പെട്ട മറ്റ് 2 പേരുണ്ടായിരുന്നു. ഒരാൾ മുജാഹിദിൻ്റെ ആൾ, ഒരാൾ ജമാഅത്തെ ഇസ്ലാമിയുടെ ആൾ. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടിയാണ് ഡിസ്കഷൻ ആരംഭിച്ചത്. വളരെ നന്നായിട്ട് ആരംഭിച്ചപ്പോൾ ഈ സിദ്ദീഖ് ഒരു ഖുർആൻ പരിഭാഷയുമായിട്ടാണ് വന്നത്. അപ്പോൾ 33-ാം അധ്യായത്തിലെ 50-ാമത്തെ വാചകം വളരെ വെടിപ്പോടുകൂടി ഒരു പരിഭാഷ വെച്ചിട്ട് സിദ്ദീഖ് വായിച്ചിട്ടാണ് ഈ ഡിസ്കഷൻ ആരംഭിക്കുന്നത് തന്നെ. എന്നിട്ട് സിദ്ദീഖിന്റെ പശ്ചാത്തലം പറഞ്ഞു. അങ്ങനെയാണ് സിദ്ദീഖിനെ പരിചയപ്പെടുന്നത്. ആ സിദ്ദീഖാണ് ഇന്ന് നമ്മളോടൊപ്പമുള്ള വിശിഷ്ട വ്യക്തി. സിദ്ദീഖിന് സ്വാഗതം പറയാം. സിദ്ദീഖ്, അദ്ദേഹത്തെ നമുക്കൊന്ന് പരിചയപ്പെടുത്തും. പേര് സിദ്ദീഖ് എന്നാണ്. ജനിച്ചത്, പഠനം, മറ്റു കാര്യങ്ങൾ ഒരു 30-35 വയസ്സ് വരെ തൊടുപുഴയിലായിരുന്നു. ഇപ്പോൾ കുറച്ച് നാളുകളായിട്ട്, ഒരു 10-13 വർഷങ്ങളായിട്ട്, 13 വർഷം കഴിഞ്ഞ് കോഴിക്കോട് വന്ന് സെറ്റിലായി. ഇവിടെയാണ്. വൈഫുണ്ട്, ഒരു മോളുണ്ട്. അതൊക്കെയാണ് കുടുംബത്തെക്കുറിച്ച് പറയാനുള്ളത്. സിദ്ദീഖിനോടൊരു ചോദ്യം.
ഇസ്ലാം എന്ന് പറഞ്ഞാൽ സമാധാനത്തിൻ്റെ മതമാണ്. സിൽമ്, സലാം, സമാധാനം. അതുകൊണ്ട് തന്നെയാണ് ഓരോ മുസ്ലിമും പരസ്പരം നേർക്കുനേർ കാണുമ്പോൾ അസ്സലാമു അലൈക്കും, നിന്റെ മേൽ സമാധാനമുണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇസ്ലാമിൻ്റെ വക്താക്കൾ നമ്മളോട് അവകാശപ്പെടുന്നു, അവർ സമാധാനത്തിൻ്റെ പതാകവാഹകരാണത്രേ. സമാധാനത്തിൻ്റെ സന്ദേശങ്ങൾ വെള്ളരിപ്രാവുകളെ പോലെ സമൂഹത്തിൽ പ്രചരിപ്പിക്കുന്നവരാണവർ എന്ന്. അപ്പോൾ ആ സമാധാനം പേറുന്ന ഇസ്ലാം മഹത്വമുള്ളതാണ്. മറ്റേതു മതങ്ങളെക്കാൾ, മറ്റേതു മതഗ്രന്ഥങ്ങളെക്കാൾ വളരെയധികം മഹത്വമുള്ള ഗ്രന്ഥമാണ് പരിശുദ്ധ ഖുർആൻ എന്നും അവർ അവകാശപ്പെടുന്നു. അപ്പോൾ ഈ മഹത്വമുള്ള ഇസ്ലാമിനെ കുറിച്ച്, ഈ പരിശുദ്ധമായ ഖുർആനിനെ കുറിച്ച് താങ്കൾ എന്താണ് മനസ്സിലാക്കിയിട്ടുള്ളത്? ഈ ഇസ്ലാമിൻ്റെ മഹത്വം നിങ്ങൾക്കറിയാമോ എന്നൊക്കെ ചോദിക്കുന്ന ആൾക്കാർ ശരിക്കും ഖുർആൻ വായിക്കാത്ത ആൾക്കാരാണ്. സാമാന്യ ബുദ്ധിയോടുകൂടി ഖുർആൻ വായിച്ചു കഴിഞ്ഞാൽ ഈ ചോദ്യം ഉണ്ടാവില്ല. കാരണം വെച്ചാൽ ഖുർആനിലെ നിരവധി കാര്യങ്ങൾ, ഖുർആനിൽ നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്ന നിരവധി കാര്യങ്ങൾ, സാമാന്യ ബുദ്ധിക്ക് നിരക്കാത്ത പല കാര്യങ്ങളുണ്ട്. ഖുർആനിലെ 33 അധ്യായത്തിൽ ഒക്കെ പറയുന്ന ചില കാര്യങ്ങളുണ്ട്. 33 അധ്യായം 50 വാക്യം, നിൻ്റെ അമ്മാവൻ്റെ പെൺമക്കൾ, അമ്മായിയുടെ പെൺമക്കൾ, മാതൃസഹോദരി പുത്രിമാർ, പിതൃസഹോദരി പുത്രിമാർ, പിന്നെ ഇതര പോന്നിരിക്കുന്ന ആരെ വേണമെങ്കിലും നിങ്ങൾക്ക് വിവാഹം കഴിക്കാം. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നബിക്ക് വേണ്ടിയിട്ട് അള്ളാഹു പറഞ്ഞു കൊടുക്കുന്നതായിട്ട് ഖുർആനിൽ നമുക്ക് കാണാൻ കഴിയും. അപ്പം ഒരു ദൈവം മനുഷ്യകുലത്തിനായിട്ട് ഇറക്കിയെന്ന് പറയുന്ന ഈ പുസ്തകത്തിലാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയുക. കല്യാണം കഴിക്കേണ്ട സ്ത്രീകൾ ആരൊക്കെയാണെന്ന് ദൈവത്തിന് പറഞ്ഞു കൊടുക്കുക, ദൈവം പ്രവാചകന് പറഞ്ഞു കൊടുക്കുക. ഇനി അതേ അധ്യായത്തിൽ തന്നെ പറയുന്നുണ്ട്, അതായത് നബിയുടെ സഹാബികളെ ഉത്ബോധിപ്പിക്കുന്ന ഒരു ഭാഗമുണ്ട്. അതിനകത്ത് പറയുന്നുണ്ട്, നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നബിയുടെ ഭാര്യമാരോട് ചോദിക്കുമ്പോൾ മറയിൽ നിന്ന് മാത്രം ചോദിക്കുക, അത് അദ്ദേഹത്തിന് വേദന ഉണ്ടാക്കുന്ന കാര്യമാണെന്ന് ദൈവം പറയുക. അതായത് നബിക്ക് വേദന ഉണ്ടാക്കുന്ന കാര്യമാണ്. അത് നിങ്ങളോട് നേരിട്ട് പറയാൻ അദ്ദേഹത്തിന് ബുദ്ധിമുട്ടുണ്ടാകും, പക്ഷേ എനിക്ക് അതിൽ ലജ്ജയില്ല എന്ന് പറയുന്നൊരു ഭാഗമുണ്ട്. ഇതൊക്കെ ദൈവം പറഞ്ഞതാണ് എന്ന് പറഞ്ഞ് വിശ്വസിച്ച് മതം കൊണ്ടു കിടക്കുന്ന ആളുകളുടെ കാര്യം ഓർക്കുമ്പോൾ സഹതാപം എന്ന് നമുക്ക് അവരോട് സഹതാപം തോന്നേ പറ്റുള്ളൂ. അതാണ് ശരിക്കുള്ള ഒരവസ്ഥ. മതത്തിൻ്റെ ശരിയായിട്ടുള്ള തത്വങ്ങളും ഇതിൻ്റെ ആന്തരികമായിട്ടുള്ള, ഖുർആനെ സംബന്ധിച്ചുള്ള ഖുർആൻ്റെ ആന്തരികമായിട്ടുള്ള കാര്യങ്ങൾ വായിച്ചു പഠിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾക്കൊരു കാരണവശാലും ഇത് ഒരു 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 പുസ്തകമായിട്ട് അല്ലെങ്കിൽ ഒരു ആശയ സംഹിതയായിട്ട് കൊണ്ടുപോകാൻ ശരിക്കും ലജ്ജ തോന്നും. ഈ ശരിയായിട്ട് ഞാൻ പറയുന്നത് വെച്ചാൽ ഇതൊക്കെ ഒന്ന് വായിച്ച് നോക്കണം എന്നാണ്. വിശ്വാസികളായിട്ടുള്ള ആൾക്കാർ ഈ ഖുർആൻ്റെ പരിഭാഷയൊക്കെ ഇഷ്ടം പോലെ ലഭ്യമാണല്ലോ. എല്ലാ നേരവും 5 നേരം പോയി നിസ്കരിക്കുക മാത്രം ചെയ്യാതെ വല്ലപ്പോഴും ഈ പുസ്തകങ്ങളുടെ പരിഭാഷകളെടുത്ത് വായിച്ച് നോക്കുക, ആയത്തിറങ്ങാനുള്ള സന്ദർഭവും അതൊക്കെ ഒന്ന് ഹദീസും ഒക്കെ എടുത്തൊന്ന് വായിച്ച് നോക്കണം എന്നാണ് ഞാൻ പറയുന്നത്. ഖുർആൻ മാത്രം വായിച്ചാൽ പോരാ, ഖുർആൻ അറബിയിലുള്ള മാത്രം വായിച്ചാൽ പോരാ, മലയാളത്തിലുള്ളതൊക്കെ ഒന്ന് വായിച്ച് നോക്കിയിട്ട് അതിനെക്കുറിച്ചൊക്കെ ഒന്നൊന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുക വിശ്വാസികൾ എന്നാണ് എനിക്ക് വിശ്വാസികളോട് പറയാനുള്ളത്. ഓക്കെ, താങ്കൾ മതം വിടാനുണ്ടായ സാഹചര്യങ്ങൾ എന്തു തന്നെയാണെങ്കിലും ശരി, താങ്കൾ ഒരുപാട് ഖുർആൻ വ്യാഖ്യാനങ്ങൾ വായിച്ചിട്ടുണ്ട്, മനസ്സിലാക്കിയിട്ടുണ്ട്, ഓക്കെ, അംഗീകരിക്കുന്നു. ആദ്യമായി താങ്കൾ സ്വതന്ത്ര ചിന്തയിലേക്ക് കാലെടുത്തു വെക്കും മുമ്പ് താങ്കളുടെ മനസ്സിലേക്ക് മിന്നിമറഞ്ഞ ഇസ്ലാമിനെ കുറിച്ചുള്ള സംശയങ്ങൾ എന്തൊക്കെയായിരുന്നു? അത് ഒരുപാട് കണ്ടിട്ടുണ്ട്. നമുക്കിപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഞാനത് മനസ്സിലാക്കിയതിന് ശേഷമാണ് മതം വിടുന്നത്. ഇസ്ലാം മതത്തിലെ പ്രമാണങ്ങൾ വായിച്ചതിന് ശേഷമാണ് വിടുന്നത്. ഞാനിപ്പോൾ ഈ ഇടമറുകിൻ്റെ ഖുർആൻ വിമർശന പഠനം വായിച്ചതിന് ശേഷം ഞാൻ ഇത് പരിശോധിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ സ്വാഭാവികമായിട്ടും ഖുർആനും ഹദീസൊക്കെ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അറബിയിൽ കറക്റ്റ് കാര്യങ്ങൾ മനസ്സിലാകാത്തതുകൊണ്ട് നമ്മൾ ഇത് വായിച്ചു നോക്കിയിട്ടില്ല. ഒരു പരിഭാഷയല്ല, ചെറിയ വിണ്ടത്തിൻ്റെ പരിഭാഷ വായിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ മൗദൂദിയുടെ വായിച്ചിട്ടുണ്ട്. അങ്ങനെ കുറേ ആളുകളുടെ വായിച്ചിട്ടുണ്ട്. CN അഹമ്മദ് മൗലവിയുടെ വായിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്തൊക്കെ നമുക്ക് മനസ്സിലായൊരു കാര്യം എന്ന് വെച്ചാൽ, ഇടമറുക് പറയുന്ന കാര്യങ്ങൾക്ക് അടിവരയിടുന്ന രീതിയിലുള്ള തെളിവുകളാണ് അതിൽ നമുക്ക് കണ്ടെത്താൻ കഴിയുക.
അപ്പോൾ എന്ന് വെച്ചാൽ തികച്ചും മനുഷ്യവിരുദ്ധവും സ്ത്രീവിരുദ്ധവും അല്ലെങ്കിൽ ഒരു ആധുനിക മനുഷ്യ സമൂഹത്തിന് യോജിക്കാത്ത രീതിയിലുള്ള ഒരുപാട് ഭാഗങ്ങൾ, ഒരുപാട് കണ്ടൻറ്റ് നമുക്ക് ഈ ഖുറാനിൽ നിന്ന് നമുക്ക് കാണാൻ കഴിയും. അതിപ്പം ബഹുദൈവ വിശ്വാസികളെ ഖുറാനിലെ 9-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്, ബഹുദൈവ വിശ്വാസികളെ പതിയിരുന്ന് ആക്രമിക്കുക, അവരെ പിടലിക്ക് വെട്ടുക. പിന്നെ നിങ്ങൾ ദൈവം പറയുന്നുണ്ട്, നിങ്ങൾ ബഹുദൈവ വിശ്വാസികളെ ആക്രമിച്ചോളൂ, ഞാൻ സഹായം ചെയ്തു തരാം. പിന്നെ ക്രിസ്ത്യാനികളെയും യഹൂദരെയും നിങ്ങൾ മിത്രങ്ങളാക്കരുത്. അതുപോലെ സ്ത്രീ പുരുഷൻ്റെ കൃഷിയിടമാകുന്നു. ഇങ്ങനെ പറയുന്ന നിരവധി മനുഷ്യവിരുദ്ധമായിട്ടുള്ള ഉദാഹരണങ്ങൾ ഒരുപാട് ദൈവം എന്ന് പറയുന്ന ഒരാൾ മനുഷ്യനോട് വിളിച്ചു പറയുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ മനസ്സിലാക്കിയതിന് ശേഷമാണ് നമ്മൾ ഇത് നമുക്ക് മനുഷ്യന് ആവശ്യമുള്ളൊരു സംഗതി എല്ലാവരും തിരിച്ചറിയുകയും അത് ഉപേക്ഷിക്കുകയും ചെയ്തത്. അല്ലാതെ നമ്മൾ ആരെങ്കിലും ഏതെങ്കിലും യുക്തിവാദികളുടെ പ്രസംഗം കേട്ടിട്ടോ അല്ലെങ്കിൽ അങ്ങനെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ മുസ്ലിങ്ങളെ എതിർക്കണം അല്ലെങ്കിൽ മുസ്ലിങ്ങളോടുള്ള എന്തെങ്കിലും വിരോധത്തിൻ്റെ പേരിലോ അങ്ങനെയൊന്നുമല്ല. ഞാനിപ്പോഴും മുസ്ലിങ്ങളെ എൻ്റെ സഹോദരന്മാരായിട്ട് കാണുകയും സ്നേഹിക്കുകയും ചെയ്യുന്ന ആളാണ്. കാരണം അവർ ഒരു കാര്യത്തെ ശരിയായ രീതിയിൽ മനസ്സിലാക്കാതെ വിശ്വസിച്ച് പോകുന്ന ആളുകളെന്നുള്ള നിലയിലോട് നമുക്ക് അവരോട് അനുതാപം മാത്രമേ ഉള്ളൂ, അല്ലാതെ അവരോട് ശത്രുതയോ കാര്യങ്ങളൊന്നുമില്ല. അതേ സമയത്ത് തന്നെ ഞാൻ ആ ഒരു മതവിശ്വാസത്തെ കൊണ്ടെടുക്കാൻ താല്പര്യപ്പെടുന്നുമില്ല. കാരണം വെച്ചാൽ ഇത്തരത്തിൽ മനുഷ്യവിരുദ്ധമായിട്ടുള്ളൊരു കാര്യം, മനുഷ്യന് ആവശ്യമില്ലാത്തൊരു കാര്യം നമ്മൾ കൊണ്ടെടുക്കേണ്ട ആവശ്യമില്ല. അതായത് തികച്ചും ഒരു തിരിച്ചറിയപ്പെടുന്ന ആൾക്കാർ അത് ഒഴിവാക്കിയിട്ട് ഞാൻ അതിൽ എനിക്ക് താല്പര്യമില്ല എന്ന് തന്നെ പറഞ്ഞ് മുന്നോട്ട് പോകണം എന്നാണ് എൻ്റെ ഒരു നിലപാട്. കാരണം മനുഷ്യന് ആവശ്യമില്ലാത്തൊരു കാര്യമാണ് മതം എന്ന് പറയുന്നത്. ഏത് മതമാണെങ്കിലും, ഇപ്പോൾ ഇസ്ലാം മതം എന്ന് മാത്രമല്ല, ഏത് മതമാണെങ്കിലും മനുഷ്യന് ആവശ്യമില്ലാത്തൊരു കാര്യമാണ്. എൻ്റെ ഒരു കഴിഞ്ഞ 23 വർഷത്തെ ജീവിത അനുഭവ പരിചയത്തിൽ നിന്ന് എനിക്ക് മതം ഉപേക്ഷിച്ച് ജീവിച്ചതിൻ്റെ ഉള്ള അനുഭവ പരിചയത്തിൽ എനിക്ക് പറയാൻ കഴിയും, മതം എന്ന് പറയുന്നത് മനുഷ്യന് യാതൊരു വിധത്തിലുള്ള ആവശ്യമില്ലാത്തൊരു സാധനമാണ്. നമ്മൾ ജോലി ചെയ്യുക, മറ്റുള്ളവരെ വഞ്ചിക്കാതെ ജീവിക്കുക, നമ്മുടെ കുടുംബം സംരക്ഷിക്കുക, നമ്മുടെ മക്കൾക്ക് വേണ്ടിയിട്ട് ചെയ്യാവുന്ന കാര്യങ്ങൾ, സമൂഹത്തിന് ചെയ്യാവുന്ന കാര്യങ്ങൾ ചെയ്യുക, അങ്ങനെ ജീവിച്ചു പോകുന്ന ഒരു ആവശ്യമേ ഉള്ളൂ. നമുക്ക് ഒരു മതവിശ്വാസത്തിൻ്റെ, ഒരു പള്ളിയുടെയോ ദൈവത്തിൻ്റെയോ ഒന്നും ആവശ്യമില്ല. നമുക്ക് ഇവിടുത്തെ നിയമങ്ങൾ, രാജ്യത്തെ നിയമങ്ങൾ അനുസരിച്ചുകൊണ്ട് ആ നിയമങ്ങളെ പിന്തുടർന്നുകൊണ്ട് നമുക്ക് സുഖമായിട്ട് ജീവിച്ചു പോകാം. മതം വേണമെന്ന് പറയുന്നത്, മതം ഉണ്ടെങ്കിൽ നന്മ ഉണ്ടാവും എന്ന് പറയുന്നത് വെറുതെ പറയുന്നതാണ്. താങ്കൾക്ക് സ്വതന്ത്ര ചിന്തയുടെ ആശയങ്ങൾ ആദ്യമായി ലഭിക്കുന്നത് എവിടെ നിന്നാണ്, എങ്ങനെയാണ് താങ്കൾ അതിനെ സമീപിച്ചത്? മീൻസ് ഇപ്പോൾ ഒരു ഇസ്ലാമിക വിമർശനം കേൾക്കുമ്പോഴേക്ക് ഉറഞ്ഞു തുള്ളുന്ന ആൾക്കാരെ നമ്മൾ കണ്ടിട്ടുണ്ട്. താങ്കൾ ഏത് തരത്തിലാണ് അതിനെ സമീപിച്ചത്? ഒരു കാര്യം മാത്രമായിട്ട് നമുക്ക് പറയാൻ കഴിയില്ല, കുറേ കാരണങ്ങളുണ്ട്. ഒന്ന്, എനിക്ക് ചെറുപ്പത്തിൽ ഞാൻ മറ്റു പലപ്പോഴും പറഞ്ഞിട്ടുള്ളത് പോലെ ചെറുപ്പത്തിൽ എനിക്ക് കിട്ടിയ എൻ്റെ ബന്ധങ്ങൾ, അതായത് എനിക്ക് സുഹൃത്തുക്കളെന്ന് പറയാൻ എല്ലാ ജാതി മതത്തിൽപ്പെട്ട ആളുകളുമായിട്ടുള്ള ബന്ധങ്ങളുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ആണ് ഒരു സ്വതന്ത്ര ചിന്തയിൽ നിന്നുള്ള ഒരു സെക്യുലറായിട്ടുള്ള ഒരു ചിന്തയിലേക്ക് വരുന്നത്. അപ്പോൾ ചെറുപ്പത്തിൽ പഠനകാലത്തും അല്ലാതെയുള്ള കൂട്ടുകാർ, പിന്നെ ഇടതുപക്ഷ പാർട്ടികളുമായിട്ടുള്ള ബന്ധം, അതൊക്കെ ഈ ഒരു സ്വതന്ത്ര ചിന്തയിലേക്ക് വരാനായിട്ടുള്ള വഴി തുറന്നിട്ടുണ്ട്. പിന്നെ ഒരു എന്താ പറയുക, ഞാൻ അങ്ങനെയൊക്കെ ആണെങ്കിൽ പോലും, സെക്യുലറായിട്ടുള്ള ചിന്തയൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ പോലും ഒരു പൂർണ്ണമായി ദൈവത്തെയും മതത്തെ ഉപേക്ഷിച്ച ആളായിരുന്നു എന്ന് പറയാൻ കഴിയില്ല. അത് പിന്നീട് വന്ന ഒരു സാഹചര്യത്തിൽ വന്നൊരു മാറ്റമാണ്. അതിൻ്റെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ ഒരു 23 വർഷങ്ങൾക്ക് മുന്നെയാണ് ഒരു തൊടുപുഴയിലൊരു പുസ്തക പ്രദർശനം നടക്കുന്നു. അപ്പോൾ ആ പുസ്തക പ്രദർശനത്തിൽ ഞാൻ ഒരു പുസ്തകം വാങ്ങി.